ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരിക്കൽ ഇങ്ങനെ ഉഹുദ് പർവ്വതം ഇങ്ങനെ കയറുമ്പോ ചെറിയൊരു പ്രകമ്പനം. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നബി തങ്ങളുടെയും സ്വഹാബികളുടെയും മദ്ഹ് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഉഹുദേ ഉസ്കുത് ഉസ്ബുത് യാ ഉഹുദ്, അടങ്ങണം അവിടെ. നിന്റെ മേലിലുള്ളത് നബി തങ്ങളാണ്, സുദ്ദീഖ് തങ്ങളാണ്, രണ്ട് ശുഹദാക്കളാണ്. വളരെ നേരത്തെ നബി തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ മൗലിദോതും മദ്ഹ് പറയും. നബി തങ്ങളുടെ മൗലിദോതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയും. ആ സമയത്ത് പ്രയാസങ്ങളൊക്കെ പരിഹരിക്കും. ആ സമയത്ത് നമ്മള് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ തങ്ങൾ നമുക്ക് കാണിച്ചു തന്ന നല്ലൊരു മാതൃകയാണ്. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നല്ല കുതുബിയത്ത് ഓതുന്നവരാ നമ്മളൊക്കെ. യാ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ ഖാദിരി യാ ശൈഖ് അബ്ദുൽ ഖാദിരി. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ പ്രമുഖനാണല്ലോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മഹാനവറുകളുടെ വലിയൊരു സംഭവം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ആരാണ്? ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു രണ്ടാം ശാഫിഈ എന്നറിയപ്പെടുന്ന മഹാനാണ്. മഹാനവറുകൾ തന്റെ അൽ അദ്കാർ എന്ന കിതാബിലും രേഖപ്പെടുത്തുന്നുണ്ട്, ബാബുമാ യഖൂലുർ റജുലു ഇദാ ഖദറത് റിജ്ലുഹു. ഹദീസ് പറയുന്നതിന് മുമ്പ് ഹെഡിങ് തന്നെ കൊടുക്കുന്നത് ബാബുമാ യഖൂലുർ റജുലു ഇദാ ഖദറത് റിജ്ലുഹു. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും എന്തു പറയണം? കാലിന് അസുഖം വന്നപ്പോ എന്തു പറയണം? ബാബുമാ യഖൂലു എന്ന് പറഞ്ഞാൽ, ബാബുമാ യഖൂലുർ റജുലു എന്ന് പറഞ്ഞാൽ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഹെഡിങ് കൊടുത്തല്ലേ? ഇമാമുൻ നവവി റളിയല്ലാഹു അൻഹു ഹെഡിങ് കൊടുത്തതല്ലേ? മുസ്ലിം സമൂഹം എന്തു പറയണം, മുസ്ലിം സമൂഹം എന്തു ചൊല്ലണം? എന്നിട്ട് ബഹുമാനപ്പെട്ട മുത്തബിഉ സുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് എടുത്ത് ഉദ്ധരിക്കുകയാണ്. എന്താ പറയുന്നത്? നിങ്ങൾ അതേ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന് പ്രയാസം വന്നപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോ ഉദ്കുർ അഹബ്ബന്നാസ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പേരുകൾ പറയൂ. യാ നബി സലാം അലൈക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചെല്ലുന്നത്. ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ തങ്ങൾ ഖുതുബിയത്ത് ഓതുന്നതിൽ വളരെ മിടുക്കനായിരുന്നു. നമുക്കൊക്കെ വലിയ നേതൃത്വം നൽകിയ ആളാണ്. എല്ലാ സമയങ്ങളിലും പ്രതിസന്ധികൾ വരുമ്പോ ബദർ മൗലിദ് ഓതാൻ പറയും. എല്ലാ സമയങ്ങളിലും പ്രതിസന്ധികൾ വരുമ്പോ ഖുതുബിയത്ത് കഴിക്കാൻ പറയും. അതുകൊണ്ടാണ് നമ്മൾ ഖുതുബിയത്ത് ഓതുന്നത്, മഹത്തുക്കളെ വിളിക്കുന്നത്, മഹത്തുക്കളോട് നമ്മൾ സഹായം ചോദിക്കുന്നത്. ആദ്യമായിട്ട് ഇസ്തിഗാസ ചെയ്ത നേതാവ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, വഫാത്തായി കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്ന് പറയുകയാണ്, ഫിദാക അബീ വ ഉമ്മീ യാ റസൂലല്ലാഹ് തിബ്ത ഹയ്യം വ മയ്യിതാ ഉദ്കുർനാ ഇൻദ റബ്ബിക വൽനകും മിൻ ബാലിക. നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞ് മൗലിദ് ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് സഹായം ചോദിച്ചത് നമുക്ക് കാണിച്ചു തന്ന നേതാവാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. മരണത്തോടുകൂടി എല്ലാം അങ്ങ് കഴിയുകയല്ല. അൽ അംബിയാഉ അഹ്യാഉം ഫീ ഖുബൂരിഹിം. നബി തങ്ങൾ പറയാണ്, അഖ്റജൽ ബസ്സാർ അൻ അനസ്, അനസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ബസ്സാർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അൽ അംബിയാഉ അഹ്യാഉം ഫീ ഖുബൂരിഹിം യുസല്ലൂൻ. അമ്പിയാക്കൾക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന വലിയ മഹത്വമാണ് ഫീ ഖുബൂരിഹിം, അവരുടെ ഖബറുകളിൽ വെച്ചുകൊണ്ട് യുസല്ലൂന, അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. അവർ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു.
ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തില്ലേ? എല്ലാ മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്ന കിതാബല്ലേ, ഹദീസിന്റെ ഗ്രന്ഥമല്ലേ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹുൽ ബുഖാരി, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിന്റെ സഹീഹ് മുസ്ലിം. റസൂലുള്ളാഹി പറയാണ്, അതൈതു, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മറർതു അലാ മൂസ ലൈലത ഉസ്രിയ ബി ഇൻദൽ കസീബിൽ അഅ്മർ. അതെ, ഞാൻ ഇസ്രാ പോയ സമയത്ത് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്ബറയുടെ അടുത്തുകൂടെ നടക്കുകയാണ്. എന്തിനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ പോയത്? പരിശുദ്ധ ഖുർആൻ പറയാണ്, സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു. മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് ഹറമിന്റെ അത്ര ശ്രേഷ്ഠതയുള്ള പള്ളിയല്ല. അതേ, മസ്ജിദുൻ നബവിയുടെ അത്ര ശ്രേഷ്ഠതയുള്ള പള്ളിയല്ല. എന്നിട്ടും അവിടേക്ക് പോയത് ബാറക്നാ ഹൗലഹു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുന്നു, അതിന്റെ ചുറ്റുഭാഗത്തും ഒരുപാട് അമ്പിയാക്കളുടെ മഖ്ബറയുണ്ട്. ഒരുപാട് അമ്പിയാക്കളുടെ മഖ്ബറയുള്ള സ്ഥലമാണ്. അതാണ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു പറയുന്നത്, മറർതു അലാ മൂസാ ലൈലത ഉസ്രിയ ബി ഇൻദൽ കസീബിൽ അഹ്മർ. അതെ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഖ്ബറയുടെ അടുക്കലൂടെ ഞാൻ നടക്കുമ്പോ സുബ്ഹാനല്ലാഹ് വഹുവ ഖായിമുൻ യുസല്ലി ഫീ ഖബ്രിഹി. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖബറിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുന്നു. അതാണ് അമ്പിയാക്കളുടെ മുഅ്ജിസത്ത്, അതാണ് അമ്പിയാക്കളുടെ കറാമത്ത് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി തങ്ങൾ പറയാണ്, ഹയാത്തി ഖൈറുൽ ലക്കും. അതേ, ഹയാത്തി ഖൈറുൽ ലക്കും വവഫാത്തി ഖൈറുൽ ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാൻ, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. എന്റെ വഫാത്തിന് ശേഷം അതേ തുറലു അലയ്യ അഅ്മാലുക്കും, തുറലു അലയ്യ അഅ്മാലുക്കും, നിങ്ങളുടെ അമലുകൾ എന്നിലേക്ക് വെളിവാക്കപ്പെടും. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഞാൻ കാണും. ഇവിടെ വെച്ചുകൊണ്ട് നമ്മൾ ഈ പരിസരത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് കൂടിയത്, നമ്മൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങളൊക്കെ നബി തങ്ങൾ കാണുകയാണ്. അതേ, ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. നല്ലവരായ സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ കാണുകയാണ്, അവർക്ക് കാണാൻ കഴിയുകയാണ്. എന്ന് മാത്രമല്ല, ഫമാറൈതു മിൻ ഖൈരിൻ ഹമിദുല്ലാഹ അലൈഹി. നിങ്ങൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോ ആ നന്മ ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയുമോ? നമ്മുടെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അവർ ഖബറുകളിൽ വെച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുകയാ. എന്റെ മോനത അത് ചെയ്യുന്നുണ്ട്, എന്റെ മകളത് ചെയ്യുന്നുണ്ട്, എന്റെ ഭാര്യ ഇന്നാൽ ഇന്നത് ചെയ്യുന്നുണ്ട്, എന്റെ ഭർത്താവ് ഇന്നാൽ ഇന്നത് ചെയ്യുന്നുണ്ട്. അവർ സന്തോഷിക്കുകയാ. നബി തങ്ങൾ പറയാണ്, ഹമിദുല്ലാഹ അലൈഹി, എനിക്കതിൽ വലിയ സന്തോഷം ഞാൻ പടച്ച റബ്ബിനോട് രേഖപ്പെടുത്തും. വമാ റഅയ്തു മിൻ ശർരിൻ, നിങ്ങൾ എന്തെങ്കിലും തിന്മ ചെയ്യുമ്പോൾ ഇസ്തഗ്ഫർതുല്ലാഹ ലക്കും, അതെ നിങ്ങളോട് ഞാൻ പൊറുക്കൽ ചോദിക്കും. നിങ്ങളോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പടച്ച റബ്ബിനോട് ഞാൻ പൊറുക്കൽ ചോദിക്കുന്നു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അവർ നല്ലവരാണെങ്കിൽ അവർക്കതാ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മരണത്തിന് ശേഷവും അതാ നല്ല പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് നല്ല നല്ല കഴിവുകൾ കൊടുക്കും. അതുകൊണ്ട് നല്ല പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളം ചെയ്യാൻ നമുക്ക് സാധിക്കണം. നല്ല നല്ല പ്രവർത്തനങ്ങൾ ജീവിതത്തിൽ എപ്പോഴും ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതുപോലെ നമ്മുടെ ദുനിയവിയായ ജീവിതത്തിൽ സുയ്യിന ലിന്നാസി ഹുബ്ബുശ് ശഹവാതി മിനൻ നിസാ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ വൽ ഖൈലിൽ മുസവ്വമതി വൽ അൻആമി വൽ ഹർഫ് ദാലിക മതാഉൽ ഹയാത്തി ദുനിയ. അല്ലാഹു നമുക്ക് വളരെ നല്ല നിലക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട വസ്തുക്കൾ അല്ലാഹു നമുക്ക് നൽകിയിട്ടുണ്ട്.
നല്ല പാർപ്പിടങ്ങൾ അല്ലാഹു നമുക്ക് നൽകി. നല്ല സമ്പത്തുകളും സന്താനങ്ങളും ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ അല്ലാഹു നമുക്ക് നൽകി. ഒരുപാട് വലിയ വലിയ കൂമ്പാരങ്ങൾ നമുക്ക് നൽകി. വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, ഒരുപാട് സമ്പത്തുകളൊക്കെ നമുക്ക് നൽകി. നിങ്ങൾ വിചാരിക്കേണ്ട എല്ലാ കാലത്തും ഇതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ജീവിക്കാൻ എനിക്ക് കഴിയുമെന്ന്. ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ, ഇതൊക്കെ ദുനിയാവിലെ സുഖാഡംബരങ്ങൾ മാത്രമാണ്. വല്ലാഹു ഇൻദഹു ഹുസ്നുൽ മആബ്, നിങ്ങൾക്ക് പടച്ച റബ്ബിന്റെ അടുക്കലേക്കുള്ള മടക്കമാണ്. ആ മടക്കത്തിന് വേണ്ടിയാണ് നിങ്ങളൊക്കെ ശ്രമിക്കേണ്ടത്. അതിനാണ് നമ്മുടെ മുൻഗാമികളൊക്കെ നമുക്ക് കാണിച്ചു തന്നത്. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങളടക്കമുള്ള നല്ല നല്ല ആളുകൾ നമുക്ക് കാണിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ നിസ്കരിക്കുന്നു, മറ്റുള്ളവരെ നിസ്കരിപ്പിക്കുന്നു. നമ്മൾ നോമ്പെടുക്കുന്നു, മറ്റുള്ളവരെ നോമ്പെടുപ്പിക്കുന്നു. നമ്മൾ നല്ല സുഹൃതങ്ങൾ ചെയ്യുന്നു, നന്മകളൊക്കെ ചെയ്യുന്നു. അതുപോലെ ആഘോഷങ്ങൾ എന്ന് പറയുന്നത് നല്ല രൂപത്തിൽ അല്ലാഹു നമുക്ക് അനുവദിച്ചതാണ്. ഇന്ന് കല്യാണങ്ങളൊക്കെ അതാ പടച്ച റബ്ബ് നൽകിയ വലിയൊരു നിഅമത്താണ് നിക്കാഹ് എന്ന് പറയുന്നത്. ആ നിക്കാഹിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് മീസാഖൻ ഗലീളാ, അത് വലിയൊരു ഗൗരവമേറിയൊരു കരാറാണ്. ഗൗരവമേറിയൊരു കരാറാണ്. ഒരു ദാമ്പത്യ ജീവിതം ആരംഭിക്കുമ്പോ തുടങ്ങുമ്പോ നല്ല ബറക്കത്തുള്ള നിലക്ക് ആരംഭം കുറിക്കണം. നിക്കാഹ് കഴിയുന്നതോടുകൂടെ പടച്ച റബ്ബ് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പ്രവർത്തനങ്ങളും ആഭാസങ്ങളും തെറ്റുകളും മോശമായ പ്രവർത്തനങ്ങളും അഴിഞ്ഞാട്ടങ്ങളും നടക്കുകയാണ്. അതിന് നമ്മൾ ന്യായം പറയുന്നത് എന്റെ കയ്യിൽ സമ്പാദ്യമുണ്ട് എന്നാണ്, എന്റെ കയ്യിൽ കാശുണ്ട് എന്നാണ്, എന്റെ കയ്യിൽ അധികാരമുണ്ട് എന്നാണ്. ആ സമയത്ത് പടച്ച റബ്ബ് തന്നതാണ് സുയ്യിന ലിന്നാസി ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീന വൽ ഖനാതീരിൽ മുഖന്തറതി മിനൽ ദഹബി വൽ ഫിദ്ദ, എല്ലാം നൽകിയത് അല്ലാഹു. ആ പടച്ച റബ്ബ് തന്ന നിഅമത്തുകൾ അവൻ ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മൾ ചിലവഴിക്കുന്നതിന് പകരം, നമ്മൾ അല്ലാഹു ഇഷ്ടപ്പെട്ട രൂപത്തിൽ നമ്മൾ ചിലവഴിക്കുന്നതിന് പകരം പടച്ച റബ്ബ് ഇഷ്ടപ്പെടാത്ത രൂപത്തിലേക്ക് നമ്മൾ അതിനെ മാറ്റിമറിക്കുകയാണ്. തോന്നിവാസങ്ങൾ കളിക്കുകയാണ്. ഉസ്താദെ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ന്യൂ ജനറേഷന്റെ കാലഘട്ടം നിങ്ങൾ വിചാരിച്ചത് പോലെയല്ലെന്ന് പറഞ്ഞു തോന്നിവാസങ്ങൾ അതേ കളിക്കുന്ന ചെറുപ്പക്കാരെ, ഓ സഹോദരിമാരെ, പരിശുദ്ധ ഖുർആൻ പറയുന്നു ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, ഖുൽ അഉനബ്ബിഉകും ബിഖൈരിൻ മിൻ ദാലികും, നിങ്ങൾക്ക് ഒരു വലിയ ഉത്തമമായ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ഖുർആൻ പറയാണ് നിങ്ങൾക്ക് വളരെ നല്ല ഉത്തമമായ കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. ലില്ലദീന തഖൗ ഇൻദ റബ്ബിഹിം ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. ഈ ഭൂമി ലോകത്തുള്ള ജീവിതം കുറഞ്ഞ കാലഘട്ടമാണ്, കുറഞ്ഞ സമയങ്ങളാണ്. ഈ സമയം മഹത്തുക്കളൊക്കെ ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കുക, മഹാന്മാര് ജീവിച്ചതുപോലെ നിങ്ങൾ ജീവിക്കുക, അല്പം ക്ഷമിച്ചുകൊണ്ട് ജീവിക്കുക. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ. അതേ, അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത്, സ്റ്റേജിൽ കയറി പാട്ടുപാടുക എന്ന് പറയുന്നത്, തോന്നിവാസം കളിക്കുക എന്ന് പറയുന്നത്, അത് യുക്തിവാദികൾ അതേ കടന്നു വന്നവര് പറയാണ് ജീവിതം ഒരിക്കലേ ഉള്ളൂ, ഉള്ള സമയത്ത് അടിച്ചു പൊളിക്കണം എന്നാ പറയുന്നത്. അപ്പൊ അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാ, ജീവിതം എന്ന് പറയുന്നത് ഇത് മാത്രല്ല. ഈ ജീവിതം എന്ന് പറയുന്നത് ദാലിക മതാഉൽ ഹയാത്തിദ് ദുനിയാ. ഈ ജീവിതം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വിഭവങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ശാശ്വതമല്ല, ഒരിക്കലും കാലാകാലവും ഉള്ളതല്ല. ഖാലിദീന ഫീഹാ വഅസ്വാജുൻ മുതഹറ, എന്നും നിലനിൽക്കുന്ന ഒരിക്കലും നഷ്ടപ്പെടാത്ത ലോകം ആഖിറത്തിലെ ജീവിതമാണ്. ആഖിറത്തിലെ ജീവിതമാണ്. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്.
നിങ്ങൾ നോക്കി എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ മുൻകാലഘട്ടങ്ങളിൽ കഴിഞ്ഞുപോയി. അവരെ അതാ ഭരണാധികാരികൾ കൊന്നുകളഞ്ഞ ഒരുപാട് മഹത്തുക്കളുണ്ട്. അവർക്ക് മുന്നിൽ പോലും തന്റെ ആശയത്തെ ഒരിക്കലും അവർ മറച്ചു പിടിച്ചില്ല. അവർ തുറന്നു പറയുക തന്നെ ചെയ്തു. അവർ ജീവിച്ചു. അതാ തന്റെ ആശയത്തെ ആരുടെ മുന്നിലും ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളാണ്. അതേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, യഥാർത്ഥമായ പ്രൗഢമായ അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഉടമകളായപ്പോ അത് ഉറക്കെ തുറന്നു പറയുന്നതിൽ ഒരു പേടിയും അവർ പേടിച്ചിട്ടില്ല. ഒരാളെയും അവർ കൂസിയിട്ടില്ല. ഒരാളുടെ മുന്നിലും അവർ തലകുനിച്ചിട്ടില്ല. തന്റെ വിശ്വാസം തുറന്നു പറയുന്നതിൽ, സുന്നത്ത് ജമാഅത്ത് തുറന്നു പറയുന്നതിൽ, പടച്ച റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതിൽ, അതേ പടച്ച റബ്ബിനെ അംഗീകരിക്കുകയെന്നല്ലാതെ, നബിതങ്ങളെ അംഗീകരിക്കുകയെന്നല്ലാതെ, മുജ്തഹിദുകളായ ഇമാമുകളെ അംഗീകരിക്കുകയെന്നല്ലാതെ, സ്വാലിഹീങ്ങളെ അംഗീകരിക്കുകയെന്നല്ലാതെ, ഔലിയാക്കളെ അംഗീകരിക്കുകയെന്നല്ലാതെ, ഉസ്താദുമാരെ അംഗീകരിക്കുകയെന്നല്ലാതെ ഏതെങ്കിലും തോന്നിവാസം കാണിച്ചു തരുന്നവരുടെ പിന്നാലെ പോയിട്ടില്ല. ഏതെങ്കിലും ആളുകൾ അതാ ന്യൂ ജനറേഷൻ ആണെന്ന് പറഞ്ഞ് അവരുടെ പിന്നാലെ പോയിട്ടില്ല. ഏതെങ്കിലും നടന്മാരുടെ പിന്നാലെ പോയിട്ടില്ല. ഏതെങ്കിലും നടിമാരുടെ പിന്നാലെ പോയിട്ടില്ല. അവരൊക്കെ പടച്ച റബ്ബിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണ്. സുമ്മസ്തഖാമു, പടച്ച റബ്ബ് കൽപ്പിച്ചതൊക്കെ അനുസരിക്കുന്നു, പടച്ച റബ്ബ് വിരോധിച്ചതൊക്കെ വെടിയുന്നു. നിങ്ങൾ നോക്ക്, ബഹുമാനപ്പെട്ട സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു മഹാനവറുകള് വലിയ പണ്ഡിതനാണെന്ന് മാത്രമല്ല, താബിഴുകളിൽ പ്രധാനപ്പെട്ട മഹാനുഭാവൻ, വലിയ പണ്ഡിതനും പണ്ഡിതന്മാർക്ക് വലിയ നേതൃത്വം നൽകുന്ന മഹാനുഭാവൻ സഈദ് ബിൻ സുബൈർ എന്ന് പറയുന്ന താബിഴുകളിൽ പ്രധാനപ്പെട്ട പണ്ഡിതൻ വളരെ നല്ല നിലക്ക് സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു, തഖ്വയോടുകൂടി ജീവിച്ചു. നല്ല ജീവിതം നയിച്ചപ്പോ ആളുകളൊക്കെ ആ പണ്ഡിതന്റെ പിന്നാലെ പോവുകയാണ്, ആ പണ്ഡിതനെ അംഗീകരിക്കുകയാണ്, ആ പണ്ഡിതന്റെ ജീവിതത്തെ മാതൃകയാക്കുകയാണ്. ആ സമയത്ത് അന്നത്തെ ഭരണാധികാരിയായ ഹജ്ജാജ്, അദ്ദേഹത്തിന്റെ പിന്നാലെ ആളുകളൊക്കെ അങ്ങനെ കൂടുന്നുണ്ട്, അദ്ദേഹത്തെ വലിയ നേതാവാക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ പിന്നിൽ ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കൊന്നുകളയണമെന്ന് തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പട്ടാളക്കാരെ അയച്ചുകൊണ്ട് പറയുകയാണ്, അദ്ദേഹത്തെ വേഗം എന്നിലേക്ക് പിടിച്ചുകൊണ്ടുവരൂ. അങ്ങനെ പട്ടാളക്കാരെല്ലാവരും പോയി അവിടെയുള്ള ഒരു പാതിരിയോട് ചോദിക്കുകയാണ്, സഈദ് ബിൻ സുബൈർ തങ്ങളെ അറിയുമോ? സഈദ് ബിൻ സുബൈർ എന്ന് പറയുന്ന പണ്ഡിതനെ നിങ്ങൾ അറിയുമോ? ആ സമയത്ത് ആ പാതിരി പറഞ്ഞു കൊടുത്തു, ഒരു നല്ല പണ്ഡിതനതാ, അദ്ദേഹത്തിന്റെ വീട് ഇന്ന സ്ഥലത്താണ്, അവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ഈ പട്ടാളക്കാര് പോവുകയാണ്. അവര് പോയി നോക്കിയപ്പോൾ ബഹുമാനപ്പെട്ട സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ഫവജദൂഹു ഫീ സ്വലാത്തിൻ സാജിദാ യുനാജി റബ്ബഹു ബിസൗത്തിൻ മസ്മൂഅ്. ബഹുമാനപ്പെട്ട സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു പടച്ച റബ്ബുമായിട്ട് മുനാജാത്ത് നടത്തുകയാണ്, പടച്ച റബ്ബിനോട് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്, പടച്ച റബ്ബിന് സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മനോഹരമായ ശബ്ദം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നിസ്കാരം എന്ന് പറയുന്നത് അത്രയും വലിയ താല്പര്യത്തോടു കൂടിയല്ലേ മഹത്തുക്കളൊക്കെ കണ്ടത്, അതല്ലേ നബി തങ്ങൾ കാണിച്ചു തന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അതേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ലലംതു സുന്നതമൻ അഹ്യൽ ലലാമ ഇലാ അനിസ്തഖത് ഖദമാഹുൽ റമിൻ വറമീ മൗലായ സ്വല്ലി വസൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ എന്ന സൂറത്ത് ഇറങ്ങി. ആ സൂറത്ത് നബിതങ്ങൾ മനോഹരമായിട്ട് ഓതിക്കൊടുത്തു സ്വഹാബികൾ. എത്ര നല്ലൊരു സൂറത്താണ്. ആ സമയത്ത് സ്വഹാബികൾക്ക് എല്ലാവർക്കും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ വശംസു വൽ ഖമറു ബിഹുസ്ബാൻ. മനോഹരമായ സൂറത്ത് ഓതിക്കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇത് ശത്രുക്കളുടെ അടുക്കൽ പോയി ആരാണ് ഓതിക്കൊടുക്കുക എന്ന് ചോദിച്ചു. അപ്പം ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സാഹിബുൻ നഅലൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനാണല്ലോ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. എപ്പോഴും റസൂലുള്ളാഹിന്റെ ചെരുപ്പെടുത്ത് ഖിദ്മത്ത് ചെയ്യുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിലെത്തിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഞാൻ ഖിദ്മത്ത് ചെയ്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുലാം എന്ന് പറഞ്ഞ കുട്ടി എന്ന് പറഞ്ഞാൽ അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. പലപ്പോഴും കാണാം അനസ് റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഖാദിമാൻ, ഞാനും ഗുലാമും ഒരു കുട്ടിയും എന്ന് പറഞ്ഞാൽ ഞാനും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവും എന്നാണ് അതിന്റെ അർത്ഥം. അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഓരം ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സാഹിബുൻ നഅലൈൻ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു മക്കയിലെ വലിയ ഹദീസ് പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറയാണ്, അന്നീ ഖദംതു മിസാലൻ അലിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. യൂസുഫ് നബ്ഹാനി റസൂലുള്ളാഹിന്റെ വലിയ ആശിഖാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാത്ത മഹബ്ബത്ത് വെച്ച ആളാണ്. യൂസുഫ് നബ്ഹാനി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നഅല്, ആ ചെരുപ്പിന്റെ ഉപമ, ആ ചെരുപ്പ് വരച്ചുകൊണ്ടാണ് ബർക്കത്തെടുക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? ലിഅഈശ ഫിദ്ദാറൈനി തഹ്ത ളിലാലിഹാ. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വലിയ വിജയം കൈവരിച്ച മഹാനാണ്. അവിടെ ചെന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ച് ഉദ്ഘാടനം ചെയ്യുമ്പോ, അവിടെ എല്ലാവർക്കും ശഫാഅത്ത് പറയുമ്പോ, അവിടെ വെച്ചുകൊണ്ട് എല്ലാവർക്കും നേതൃത്വം നൽകുമ്പോ, അവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഈദ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബിഖിദ്മത്തി അലിഹി, നബി തങ്ങളുടെ ചെരുപ്പെടുത്തു കൊടുക്കാൻ വലിയ ഭാഗ്യം ലഭിച്ച നേതാവാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതിൽ മഹാനവർകൾ വിജയം കൈവരിച്ചിട്ടുണ്ട്. എന്നാൽ വ അന സഈദു ബിഖിദ്മത്തിഹി, അതേ ബിഖിദ്മത്തി ലിമിസാലിഹാ. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ എനിക്ക് ചെരുപ്പെടുത്തു കൊടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ലെങ്കിലും ആ ചെരുപ്പ് ഞാൻ വരക്കുകയാണ്. അതിനെ ഞാൻ വരച്ചുകൊണ്ട് അതിന്റെ ഉപമ, അതിന്റെ ബറക്കത്തെടുക്കുകയാണ്. ആ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ഈ ഖുർആൻ ആരാ ഓതിക്കൊടുക്കാന്ന് ചോദിച്ചപ്പോ, അനയാ റസൂലല്ലാഹ്, ഞാൻ പോയിട്ട് ഓതിക്കൊടുക്കാം നബിയേ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഫാജിലസഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചിരുത്തി. അവിടെ ഇരിക്കുക, നിങ്ങൾ അവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. കിതാബുകളിലൊക്കെ കാണാം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ പിടിച്ചിരുത്താനുള്ള കാരണം അത്രയും ചെറിയ ആളാണ്, ദുർബലനാണ്, മെലിഞ്ഞ ശരീരമാണ്. അപ്പോ ശത്രുക്കളുടെ അടുക്കലേക്കൊക്കെ പോകുമ്പോ അത്യാവശ്യം ഒരു ശരീരവും ഒക്കെ വേണല്ലോ. രണ്ടാമതും ചോദിച്ചു, ആരാണ് ഓതി കൊടുക്കുക? അപ്പോഴും ഈമാനികമായ ആവേശം കൊണ്ട് ഉടനെ എഴുന്നേറ്റ് നിന്നോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, അനയാ റസൂലല്ലാഹ്, ഞാൻ പോയി ഓതി കൊടുക്കാം. മൂന്നാമതും ചോദിച്ചപ്പം പറഞ്ഞു, അല്ല, മൂന്നാമത് നബി തങ്ങൾ ചോദിച്ചു, ആരാണ്? ആദ്യം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു എണീച്ചു. ആ സമയത്ത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് സമ്മതം കൊടുത്തു.
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. അർ-റഹ്മാൻ സൂറത്ത് മനോഹരമായിട്ട് ഓതിക്കൊണ്ടിരിക്കുമ്പോ ശത്രുക്കളിൽ നിന്ന് അബൂജഹൽ എഴുന്നേറ്റ് ചോദിച്ചു, ആരടാ ഇവിടെ വെച്ചുകൊണ്ട് ഖുർആൻ ഓതാൻ ധൈര്യം കാണിച്ചത്? ആ സമയത്ത് ഒറ്റ നോട്ടത്തിന് കണ്ടില്ല, രണ്ടാമത് ഒന്നുകൂടി നോക്കി. അപ്പൊ ഇബ്നു മസ്ഊദ് തങ്ങളാ ദേഷ്യം പിടിച്ചിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വന്നോ ഒരൊറ്റ അടിയങ്ങ് കൊടുത്തു. അടിയുടെ ആ ആഘാതത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിലത്ത് വീണുപോയി. എന്നിട്ടും കലി തീരാത്ത അബൂജഹൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ചെവി പിടിച്ചൊരൊറ്റ വലിയങ്ങ് കൊടുത്തു. ചെവിയുടെ കഷ്ണം കയ്യിൽ പറഞ്ഞു പോന്നു. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അത്രയും പ്രതിസന്ധിയും പ്രയാസങ്ങളും യാതനകളും വേദനകളും അനുഭവിക്കുന്ന സമയത്താണ് നബി തങ്ങളോട് പടച്ചറബ് പറയുന്നത്, നബിയെ നിങ്ങൾ കഅബാലയത്തിൽ പോയി നിസ്കരിക്കണം, കഅബാലയത്തിൽ പോയി നിസ്കരിക്കണം എന്ന് പറയുന്നത്. ആ സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കഅബാലയത്തിൽ പോയി നിസ്കരിക്കുകയാണ്. കഅബാലയത്തിൽ പോയി നിസ്കരിക്കുകയാണ്. ആ കഅബാലയത്തിൽ പോയി നിസ്കരിക്കുന്ന സമയത്ത് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ശത്രുക്കളോട് പറയുന്നു, ഖുർആൻ ഓതിയിട്ടാ പറയുന്നത്. എന്താ പറയുന്നത്? അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. എന്റെ പ്രിയപ്പെട്ട അടിമ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഅബാലയത്തിൽ പോയി നിസ്കരിക്കുമ്പോ നബി തങ്ങളെ തടയാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? വെല്ലുവിളിച്ചുകൊണ്ടാ നബി തങ്ങൾ പോകുന്നത്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതേ ശത്രുക്കളൊക്കെ പറയാണ്, അബൂജഹൽ പറയാണ്, മുഹമ്മദേ നീ എങ്ങാനും കഅബാലയത്തിൽ വന്നുകൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ നിന്റെ തല ഞങ്ങൾ അടിച്ചു പൊട്ടിക്കും, ധൈര്യമുണ്ടെങ്കിൽ വന്ന് നിസ്കരിക്ക്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഖുർആൻ ഓതി മറുപടി പറയുകയാണ്, കല്ലാ, നിങ്ങൾക്കതിന് സാധ്യമല്ല, നിങ്ങൾക്ക് ഞാൻ നിസ്കരിക്കുന്നത് തടയാൻ കഴിയൂല. ലൈലം യന്തഹി ലനസ്ബൻ ബിന്നാസിയ നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ ഫൽയദ്ഉ നാദിയഹു സനദ്ഉ സബാനിയ. നിങ്ങൾ സ്വന്തമായിട്ട് വരണ്ട, വിളിക്കേണ്ട ആളുകളെയും വിളിച്ചു വന്നോ. സബാനിയാക്കളാകുന്ന മലക്കുകളുടെ സാന്നിധ്യം, അവരുടെ സഹായം ഞാൻ ചോദിക്കും, അവരെന്നെ സഹായിക്കാനുണ്ടാകും. നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാൻ കഴിയൂല, നിങ്ങൾക്കെന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. വളരെ ധൈര്യസമേതം നിസ്കരിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരിഖൈനി മിൻ ഉർബിൻ വമിൻ അജമി മൗലായ സ്വല്ലി വസല്ലം. അങ്ങനെ നബി തങ്ങൾ നിസ്കരിച്ചത് കൊണ്ടല്ലേ ഇന്ന് പരിശുദ്ധമായ മക്കയിലും മദീനയിലുമൊക്കെ എത്ര സുന്ദരമായിട്ടാ ലക്ഷക്കണക്കിന് ആളുകൾ നിസ്കരിക്കുന്നത്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആളുകൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് ആ നിസ്കാരത്തിന്റെ പ്രാധാന്യം അറിയിക്കുന്നതിന് വേണ്ടിയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മരണത്തോട് മല്ലടിക്കാൻ പോകുന്ന സമയം, വഫാത്താകാൻ പോകുന്ന സമയം, ആ സമയത്ത് അബ്ബാസ് തങ്ങളുടെയും അലിയാർ തങ്ങളുടെയും രണ്ടാളുകളുടെയും തോളിൽ കൈവച്ചുകൊണ്ട് നടക്കാൻ കഴിയാത്തതുകൊണ്ട് നിലത്തുകൂടെ കാലിങ്ങനെ ഉരസിയിട്ടാണ് അതേ പള്ളിയിലേക്ക് ജമാഅത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുന്നത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാതിരാ സമയത്ത് വീട്ടിൽ വെച്ചുകൊണ്ട് നിസ്കരിക്കുമ്പോ ആ നിസ്കാരത്തിൽ ഓതുന്ന ഖുർആൻ
ഖുർആൻ കേൾക്കാൻ വേണ്ടി വീടിന്റെ ചുറ്റുഭാഗത്തും എത്ര ആളുകളാ തടിച്ചുകൂടുന്നത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു നരകത്തെ കുറിച്ച് പറയുമ്പോ, നരകത്തിന്റെ ആയത്തുകൾ ഓതുമ്പോ, യസ്തഖ്ബിലുന്നാറ ഖൗഫൻ നാരി ഫീ ഗദിഹി വൽ ഐനു മിൻ ഖശിയത്തിൻ സാലതു മആഖീഹാ. ആ കവിൾത്തടത്തിലൂടെ അതേ ചാലിട്ടൊഴുകുകയാണ് കണ്ണുനീർ. ഇങ്ങനെ എല്ലാ മഹത്തുക്കളെയും നമ്മൾ എടുത്തു നോക്കിയാൽ നിസ്കാരത്തിന് വലിയ പ്രാധാന്യം അവർ കൽപ്പിച്ചു, ജമാഅത്തിന് പ്രാധാന്യം കൽപ്പിച്ചു. ഒരൊറ്റ നിസ്കാരവും ഏത് കല്യാണമാണെങ്കിലും അവർ ഒഴിവാക്കുന്നില്ല, സൽക്കാരമാണെങ്കിലും അവർ ഒഴിവാക്കുന്നില്ല, യാത്രകളിൽ അവർ ഒഴിവാക്കുന്നില്ല. നിസ്കാരം വളരെ നല്ല നിലക്ക് അവരൊക്കെ ശ്രദ്ധിച്ചതുകൊണ്ട് അത് തന്നെയല്ലേ നബി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. നാളെ മഹ്ശറയിലെത്തുന്ന സമയത്ത് അതേ ഏതൊരു മനുഷ്യനെയും പടച്ചറപ്പ് ഹിസാബ് ചെയ്യാതെ, എല്ലാ മനുഷ്യരെയും പടച്ചറപ്പ് വിചാരണ ചെയ്യാതെ ഒരാളുടെയും കാല് മുന്നോട്ട് വെക്കാൻ സമ്മതിക്കൂല. അതിൽ ആദ്യത്തെ ചോദ്യം ഏതാണ്? നിങ്ങളുടെ നിസ്കാരത്തെ കുറിച്ചാണ്, നമ്മുടെ നിസ്കാരത്തെ കുറിച്ചാണ്. ആ നിസ്കാരം വളരെ നല്ല നിലക്ക് അതിന് വേണ്ട പോലെ പരിഗണന നൽകിയിട്ട്, അതിന്റെ വേണ്ട പോലെ പരിഗണന നൽകിയിട്ട് എല്ലാ നിസ്കാരങ്ങളും കൃത്യമായി നിസ്കരിക്കാൻ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല പരമാവധി ജമാഅത്തായി തന്നെ നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇതിനിടയ്ക്ക് നമ്മുടെ ഈ പരിപാടികളൊക്കെ നടത്താൻ നമുക്കറിയാം വലിയ ചെലവ് വരുന്നുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് നല്ല ആളുകളുടെ സജീവമായ പ്രവർത്തനം, നല്ല ഇടപെടൽ കാരണം നമ്മുടെ പരിപാടി ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ തങ്ങൾ അവരുടെ അതേ മാതൃകയിൽ മക്കൾക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും കൂട്ടുകാർക്കും സ്നേഹിതന്മാർക്കും നാട്ടുകാർക്കും പ്രവർത്തകർക്കും എല്ലാം അതേ പാതയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ എപ്പോഴും നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യണം. സ്ത്രീകളുടെ ഭാഗത്ത് നല്ല ബക്കറ്റുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്, നല്ല രൂപത്തിൽ സഹായങ്ങൾ കൊടുക്കണം. എല്ലാവരും നല്ല രൂപത്തിൽ സഹായിക്കണം. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ചതുകൊണ്ട് രക്ഷപ്പെടുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ അടുക്കലേക്ക് ഭരണാധികാരിയുടെ പട്ടാളക്കാരൊക്കെ വന്നു നോക്കുന്ന സമയത്ത് ഫവജദൂഹു ഫീ സ്വലാത്തിൻ സാജിദൻ യുനാജി റബ്ബഹു ബിസൗത്ത്, നല്ല മനോഹരമായ ശബ്ദത്തിൽ മഹാനവറുകൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്, സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ കാത്തുനിന്നു. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ സഈദ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളെ ഭരണാധികാരി വിളിക്കുന്നുണ്ട്, രാജാവ് വിളിക്കുന്നുണ്ട്, നിങ്ങൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് വരണം. മഹാനവറുകളോട് കൂടെ കൂടി. കുറഞ്ഞ സമയമേ കൂടിയിട്ടുള്ളൂ. പക്ഷേ ഈ പട്ടാളക്കാരും കൂടെ വന്ന ജോലിക്കാരുമൊക്കെ മഹാനവറുകളുടെ ആ നല്ല ജീവിത ശൈലി കൊണ്ട് എല്ലാവരും മഹാനവറുകൾക്ക് അനുകൂലമായി, മഹാനവറുകളുടെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിച്ചു. ആ സമയത്ത് അദ്ദേഹത്തെയും കൂട്ടി കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് നേരത്തെ പാതിരിയോട് ഇദ്ദേഹത്തെ കുറിച്ച് അന്വേഷിച്ചപ്പോ തിരിച്ചു വരുമ്പോഴും അദ്ദേഹത്തിന്റെ വീട്ടിൽ കയറി. എന്നിട്ട് പറഞ്ഞു, തിരിച്ചു പോകുമ്പോ രാത്രിയായിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഇവിടെ താമസിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉള്ളിൽ താമസിച്ചോളി, ഞാൻ പുറത്തു നിന്നോളാം എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന്റെ മുറ്റത്ത് താമസിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോ
അവര് പറഞ്ഞു, വന്യമൃഗങ്ങളൊക്കെ വരുന്ന സ്ഥലമാണ്, അതുകൊണ്ട് നിങ്ങൾ പുറത്തു നിൽക്കണ്ട എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങളെല്ലാവരും വാതിലടിച്ച് ശരിക്കും ഉറങ്ങിക്കോളൂ, ഞാനിവിടെ മുറ്റത്തുണ്ടാകുമെന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിന്റെ മുറ്റത്താണ് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ ഉറങ്ങാൻ നോക്കുന്നത്. ആ സമയത്ത് വീട്ടിന്റെ ഉള്ളിൽ നിന്ന് പട്ടാളക്കാരൊക്കെ സയ്യിദ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നത് എന്ന് നോക്കിയപ്പോ ആ സമയത്ത് മഹാനവറുകൾ നിസ്കരിക്കുകയാണ്. അദ്ദേഹം അതാ മുറ്റത്ത് വെച്ചുകൊണ്ട്, വീട്ടുമുറ്റത്ത് വെച്ചുകൊണ്ട് അദ്ദേഹം നിസ്കരിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് വലിയൊരു അത്ഭുതം കാണാൻ സാധിക്കുന്നത്. ആ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന സയ്യിദ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മുൻഭാഗത്ത് സിംഹമുണ്ട്, പിൻഭാഗത്ത് സിംഹമുണ്ട്. അദ്ദേഹത്തിന്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമൊക്കെ വന്യമൃഗങ്ങളതാ വന്നിട്ടുണ്ട്. അദ്ദേഹം സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് സിംഹമുണ്ട്. അങ്ങനെ ആ സമയത്തൊന്നും മഹാനവർകൾക്കൊരു പേടിയുമില്ല. കാരണം എന്താ? ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഇന്ന മഴിയ റബ്ബി യസ്രിഫുഹാ അന്നി വയജഅലുഹാ ഹർസൻ തഹരിസുനി. എന്നെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല എനിക്ക് സംരക്ഷണം നൽകും, നിങ്ങളൊരിക്കലും ബേജാറാകേണ്ടതില്ല എന്ന് പറഞ്ഞ് അങ്ങോട്ട് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ മഹാനവർകൾ നിസ്കരിക്കുമ്പോ അതാ മുന്നിൽ കിടക്കുന്ന സിംഹം, സുജൂദ് ചെയ്യുന്ന സ്ഥലത്ത് തലവെച്ച് കിടക്കുന്ന സിംഹം, ആ തല അതാ പൊക്കി കൊടുക്കുകയാണ്. എന്നിട്ട് മഹാനവർകൾ അവിടെ സുജൂദ് ചെയ്യുകയാണ്. അതല്ലേ നമ്മൾ ബുർദയിലൊക്കെ നമ്മൾ എപ്പോഴും പാടാറുണ്ട്, വമന്തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻതൽ ഖൗൽ ഉസ്ദുഫി അജമിഹാ തജ്മീ. ബഹുമാനപ്പെട്ട സുഫൈന റളിയല്ലാഹു അൻഹു ഒരിക്കലതാ വലിയ മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ ഒരു സിംഹത്തിന്റെ മടയിലെത്തി. ഒരു സിംഹത്തിന്റെ ഒരു മടയത്തിന്റെ മുന്നിലെത്തി. സിംഹങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലമെത്തി. ആ സമയത്ത് സിംഹങ്ങള് തന്റെ അടുക്കലേക്ക് കടന്നു വന്നപ്പോ ബഹുമാനപ്പെട്ട സുഫൈന റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്കുത് യാ അസദ് അന മൗലാ റസൂലില്ലാഹ്. അനങ്ങിപ്പോകാൻ പാടില്ല സിംഹമേ, ഞാൻ അള്ളാഹിന്റെ റസൂലിന്റെ മൗലയാണ്. ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മൗലയാണ്. അള്ളാഹുവിന്റെ റസൂലിനെ മഹബത്ത് വെക്കുന്ന ആളാണ്, അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അനങ്ങിപ്പോകാൻ പാടില്ല. വമൻ തകും ബിറസൂലില്ലാഹി നുസ്റതുഹു ഇൻ തൽഖാഹുൽ ഉസ്ദു ഫി അജമിഹാ തജ്മീ. മൗലായ സ്വല്ലി വസല്ലം. അതാണ് ഔലിയാക്കള്, മഹത്തുക്കള്, പണ്ഡിതന്മാർ. വമൻ ഖാഫ റബ്ബഹു, അല്ലാഹുവിനെ ആരെങ്കിലും വഴിപ്പെട്ടാൽ, അതേ സുമ്മൽ ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക. ഒരു സമയത്തും അവർക്ക് പേടിക്കേണ്ടതില്ല. മരണപ്പെടുന്ന സമയത്തൊക്കെ മലക്കുകൾ കടന്നു വരികയാണ്. സന്തോഷം നൽകുന്ന മലക്കുകൾ, ആനന്ദം നൽകുന്ന മലക്കുകൾ. ആ മലക്കുകൾ വന്നുകൊണ്ടാണ് സന്തോഷ വാർത്ത അറിയിക്കുന്നത്. ആ മലക്കുകൾ വന്നുകൊണ്ടാണ് ആദരിക്കുന്നത്. നിങ്ങൾ നോക്ക്, പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നല്ല ഉറക്ക് നൽകിയിട്ടുണ്ട്. എന്നാ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറക്കില്ല. പക്ഷേ പടച്ച റബ്ബ് പലപ്പോഴും പറയുന്നത് അതേ ജനങ്ങളുടെ ഉറക്കാണ്, മനുഷ്യരുടെ ഉറക്കാണ്, സ്വാലിഹീങ്ങളുടെ ഉറക്കാണ്, സ്വാലിഹാത്തുകളുടെ ഉറക്കാണ്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഉന റബ്ബഹും ഖൗഫൻ വതമആ.
നല്ല നിലയ്ക്ക് രാത്രി സമയത്ത് ഉറങ്ങിയ ആളുകൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളതാ വുളൂ ചെയ്യുന്നു, മിസ്വാക്ക് ചെയ്യുന്നു, ദിക്റുകൾ ചൊല്ലുന്നു, എന്നിട്ട് നമ്മുടെ കൈവെള്ളയിലൂതുന്നു, ശരീരമാസകലം തടവുന്നു. അങ്ങനെ ഉറങ്ങുന്ന മനുഷ്യൻ യഅഖിദു ശൈത്വാനു അലാ ഖാഫിയത്തി റഅസി അഹദികും ഇദാ നാമാ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഉറങ്ങുന്ന മനുഷ്യന്റെ അടുക്കൽ പിശാച് വരും. പിശാച് ആധിപത്യം സ്ഥാപിക്കും. ജീവിതത്തിൽ മാത്രമല്ല, ഉണർവിൽ മാത്രമല്ല, ഉറക്കിൽ വരെ പൈശാചികമായ ഇടപെടലുകൾ നന്നായിട്ട് നടത്തുകയാണ്. അങ്ങനെ തഹജ്ജുദിന്റെ സമയത്ത്, സുബഹിന്റെ സമയത്ത് അതേ മുഅ്മിനീങ്ങൾ എഴുന്നേൽക്കുകയാണ്, സ്വാലിഹീങ്ങൾ എഴുന്നേൽക്കുകയാണ്, സ്വാലിഹാത്തുകൾ എഴുന്നേൽക്കുകയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ പണ്ഡിതന്മാരും സ്വാലിഹീങ്ങളും ഔലിയാക്കളും നേരത്തെ തന്നെ എഴുന്നേൽക്കുകയാണ്. എഴുന്നേൽക്കുന്ന സമയത്ത് അതേ ഫൈനിസ്തൈഖലത് ഫദക്കറല്ലാഹ്. എന്താ മുഅ്മിനീങ്ങളുടെ അടയാളം? എന്താ സ്വാലിഹീങ്ങളുടെ അടയാളം? അവർ എഴുന്നേറ്റ ഉടനെ തന്നെ അവർ ബ്രഷ് ചെയ്തിട്ടില്ല, കുളിച്ചിട്ടില്ല, വുളൂ ചെയ്തിട്ടില്ല. ആ സമയത്ത് അവർ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. ഇനി പൂർണ്ണമായിട്ട് അറിയാത്തവരാണെങ്കിൽ അൽഹംദുലില്ലാഹ് എന്ന ദിക്റ് ചൊല്ലിക്കൊണ്ടാ തുടങ്ങുന്നത്. അതേ ആ സമയത്ത് തലേ രാത്രിയിൽ കെട്ടിയിട്ട് ഒരു കെട്ടഴിയുകയാണ്. രണ്ടാമത് വുളൂ ചെയ്താലോ രണ്ടാമത്തെ കെട്ടും അഴിയുകയാണ്. മൂന്നാമത് നിസ്കരിച്ചാലോ വളരെ നല്ല പ്രഭാതമായിരിക്കുകയാണ്. ഈ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നതിനെ കുറിച്ച് എത്ര വലിയ ബഹുമാനമാണ്. തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളുകളെ കുറിച്ച് എത്ര വലിയ ബഹുമാനമാണ്. പടച്ച റബ്ബ് പറയുന്നത് ഒരു കാലത്തും ഉറങ്ങാത്ത മലക്കുകളാണ്. അതേ, അവർക്ക് ഉറക്കമില്ല. അൽമാലകുല്ലദീ ബിലാ ബിംബവും. ആ മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉറക്കമില്ല, ഭക്ഷണം കഴിക്കലില്ല, എല്ലാ സമയത്തും ഇബാദത്ത് ചെയ്യുന്ന മലക്കുകൾ. പക്ഷേ ആ മലക്കുകൾ ബഹുമാനിക്കുന്നത് അതേ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുന്ന മനുഷ്യരെയാണ്, സുബഹിന്റെ സമയത്ത് എഴുന്നേൽക്കുന്ന ഉമ്മമാരെയാണ്, വീട്ടുകാരെ വിളിച്ചുണർത്തുന്ന അതേ മാതാപിതാക്കളെയാണ്. ആ മലക്കുകൾ അതാ മരണപ്പെടുന്ന സമയത്ത് വന്നുകൊണ്ട് പറയും. എന്താ പറയുന്നത്? ഓ മനുഷ്യ, തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ. നീ ഒരിക്കലും പേടിക്കേണ്ടതില്ല. എല്ലാവരും പേടിക്കുന്നൊരു സമയമാണ്. നീ എന്തിന് പേടിക്കണം? പേടിക്കണ്ട. നീ എന്തിന് ദുഃഖിക്കണം? ദുഃഖിക്കണ്ട. നീ എന്തിന് വിഷമിക്കണം? വിഷമിക്കണ്ട. ആ സ്വർഗീയ ലോകത്തേക്കൊന്ന് നോക്കൂ. യഹബ്ബദൽ ജന്നതു വദയഹബ്ബദൽ ജന്നതു വഖ്തിറാബുഹാ ത്വയ്യിബത്തും വബാരിദുൻ ശറാബുഹാ. ഒരിക്കലും അല്ലലില്ലാത്ത, അലട്ടലില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ദുരിതങ്ങളില്ലാത്ത, വേദനകളില്ലാത്ത, ജോലികളില്ലാത്ത, നമ്മെ വിഷമിക്കുന്ന ഒരു പ്രവർത്തനങ്ങളുമില്ലാത്ത ആ സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിച്ചോളൂ എന്ന് മലക്കുകൾ പറയുന്ന ആ നല്ലൊരു സാഹചര്യം. അപ്പോഴൊന്നും മനുഷ്യന് അതേ മുഅ്മിനീങ്ങൾക്ക് പേടിയില്ല, സ്വാലിഹീങ്ങൾക്ക് പേടിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഏത് വന്യമൃഗങ്ങൾ വന്നാലും മഹത്തുക്കളായ ആളുകൾക്ക് പേടിയില്ല, അവർക്ക് പരിഭ്രാന്തിയില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അങ്ങനെ അതാ രാത്രി മുഴുവനും നിസ്കരിച്ച് ഇബാദത്ത് ചെയ്ത് രാവിലെ സമയത്ത് വീണ്ടും അവർ രാജാവിന്റെ അടുക്കലേക്ക്, കൊട്ടാരത്തിലേക്ക് അവർ യാത്ര തുടരുകയാണ്. ആ സമയത്ത് കൊട്ടാരത്തിന്റെ അടുത്തെത്തിയപ്പോ ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്ക് എന്റെ അവസാനത്തെ രാത്രിയാണ്, ഇതെന്റെ അവസാനത്തെ രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഈ അവസാനത്തെ രാത്രിയിൽ എനിക്കൊരുപാട് ഇബാദത്ത് ചെയ്യണം. എനിക്ക് വിനയത്തോടെ പടച്ച റബ്ബിനോട് ഇബാദത്ത് ചെയ്യണം. നല്ല സ്വാതന്ത്ര്യത്തോടെ, ഈ സ്വാതന്ത്ര്യത്തിന്റെ വലിയ മധു അനുഭവിച്ചവരാണല്ലോ
അല്ലാഹുവിന്റെ ഔലിയാക്കൾ, പണ്ഡിതന്മാര്, സ്വാലിഹീങ്ങൾ അവരൊരിക്കലും തന്നെ കാരാഗ്രഹങ്ങളോ അല്ലെങ്കിൽ കൽതുറങ്കുകളോ തൂക്കുമരങ്ങളോ എതിരാളികളോ വന്യമൃഗങ്ങളോ എന്തെങ്കിലും ഒരു തടസ്സം അവർക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല. പടച്ച റബ്ബിന് സ്വതന്ത്രമായി ഇബാദത്ത് ചെയ്യുന്നതിൽ ഒന്നും തന്നെ അവർക്ക് തടസ്സമല്ല. അല്ലാഹു അല്ലാഹ്, അല്ലാഹു അല്ലാഹ്. മനസ്സറിഞ്ഞുകൊണ്ട് പടച്ച റബ്ബിനോട് ഇബാദത്ത് ചെയ്യുന്ന ആ ഒരു മധുരം അനുഭവിച്ച സ്വാലിഹീങ്ങള്, സ്വാലിഹാത്തുകള്, അതേ എത്ര നല്ല മഹാന്മാരാണ്, മഹദികളാണ്. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു പോലും ദുആ ചെയ്യാൻ വേണ്ടി പലപ്പോഴും പറയുകയും ആവശ്യപ്പെടുകയും ചെയ്ത വലിയ മഹദിയാണല്ലോ ബീവി നഫീസ ബീവി റളിയല്ലാഹു അൻഹ. നമ്മൾ ഈജിപ്തിൽ പോയി നോക്കിയാൽ, മിസ്രിൽ നമ്മൾ ചെന്നാൽ ഈജിപ്തിൽ നമുക്ക് കാണാം മഅ്ബദു നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹു ആരാധിച്ച നല്ല ഒരു റൂം, ഒരു റൂമല്ല മറ്റൊരു റൂം കാണാം, മിഹ്റാബു നഫീസത്തുൽ മിസ്രിയ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ ഇബാദത്ത് ചെയ്ത സ്ഥലം. നഫീസ മാല നമ്മളൊക്കെ പാടുന്നവരാണ്. മരുദക പുന്നാരബി ഇബാദത്തെടുക്കുന്നേ, മണ്ഡകത്തിലുണ്ട് കൂടാ ഉണ്ടതയില് പിന്നെ. ഒരുപാട് ഇബാദത്തുകൾ ചെയ്ത് ധന്യമാക്കിയപ്പോ മഹദി അവർകള് ഇബാദത്തിലും കൊണ്ട് സജീവമായപ്പോ എപ്പോഴും ഖുർആനോദി നിസ്കരിച്ച് ദിക്റ് ചൊല്ലി നല്ല പ്രവർത്തനങ്ങളുമായിട്ട് ഇടപെട്ടപ്പോ, ഞാന് പഠിച്ചത് കുറ്റ്യാടി സിറാജുൽ ഹുദയിലായിരുന്നു. പേരോട് ഉസ്താദിന്റെ സ്ഥാപനാണ് സിറാജുൽ ഹുദ. അള്ളാഹു പേരോട് ഉസ്താദിന് വലിയ ഹിമ്മത്തും ആഫിയത്തും റാഹത്തും സന്തോഷവും നൽകുമാറാകട്ടെ. ഒരുപാട് കാലം ആ തണല് അനുഭവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ.